ചെറിയ പിള്ളേർക്കൊക്കെ എന്നെ എവിടെ പോയാലും ഇപ്പോഴും അറിയാന്നുള്ളത്. വാഴയെങ്കിൽ വാഴയെങ്കിൽ ഇത് ശരിയാണത്. വാഴയെങ്കിൽ എന്ന് പറയുമ്പോൾ ഉള്ളിലെ ആ പോലീസുകാരൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ഒന്നുമില്ല. ഫഹദ് ഫാസിലിന്റെ അഭിനയത്തില് കണ്ണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇഷ്ടംപോലെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പാരിസൺ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. തമിഴിൽ നിന്ന് വല്ല വിളി വന്നിട്ടുണ്ട്? 2 പടങ്ങളിലേക്ക് എനിക്കിപ്പം കോള് വന്നിട്ടുണ്ട്. ആരുടെ കൂടെയാണെന്ന് പറയാൻ പറ്റുമോ? ആയിട്ടില്ല. അപ്പൊ അത് പോയി. ഹലോ, നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് കേട്ടോ. ഇന്ന് യങ്സ്റ്റേഴ്സിനിടയിലാണെങ്കിൽ പോലും, അല്ല യങ്സ്റ്റേഴ്സ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരുടെയും മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ആരാണ്? ജിബിൻ ഗോപിനാഥ്. ജിബിൻ ചേട്ടാ, എങ്ങനെയുണ്ട്? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ശരിക്കും ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് ജിബിൻ ഗോപിനാഥ്. ജിബിൻ ഗോപിനാഥിന് പിന്നെ അല്ലാണ്ട് എന്ത് വിചാരിച്ചു ജിബിൻ ഗോപിനാഥിൻ്റെ അഭിനയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഐഡന്റിറ്റി ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ? ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഏത് ആളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഈ ഒരു തിരിച്ചറിയൽ എന്ന് പറയുന്നത്. അത് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അങ്ങനൊരു ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക്, എനിക്ക് തോന്നുന്നു, ആൾക്കാർക്ക് അത്രയും നമ്മൾ റീച്ച് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ മുഖം മനസ്സിൽ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ അവസരങ്ങളും വരുന്നത്. കാര്യം അയാളെ വെക്കുമ്പോഴത്തേക്കും പുള്ളി ഉണ്ടല്ലേ എന്ന് പറയത്തക്ക രീതിയിലേക്ക് എത്തുക എന്നുള്ളത് ഏതൊരു ആക്ടർ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അതൊക്കെ സംഭവിക്കുന്നു തന്നെയാണ് ഒരു ധാരണയും. പഴയ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ജിബിൻ ഗോപിനാഥും ഇന്നൊരു 5 years ലേറ്റർ നമുക്ക് എടുത്തു നോക്കിയാൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അത് അഭിനയത്തിൻ്റെ ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ വർഷം തോറും ഇങ്ങനെ സിനിമകൾ 2 വീതം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ എണ്ണം കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച്, ലൈഫിലുണ്ടായ ചേഞ്ച്, ആ ഒരു 5 വർഷത്തിന് ശേഷം ഉണ്ടായ ചേഞ്ച് എത്രത്തോളമാണ്? തുടങ്ങുന്നിടത്തായിരിക്കില്ലല്ലോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ തുടങ്ങിയ സ്ഥലത്തായിരിക്കില്ലല്ലോ. അതെ, അത് തന്നെയാണ് ഇതിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അത് തന്നെയാണ്, ഞാനിപ്പോൾ എവിടെ തുടങ്ങിയോ അവിടെ അല്ല എന്നുള്ള ധാരണ എനിക്കുണ്ട്. കൃത്യമായിട്ടും ഞാനൊരു ഒരു പാറ്റേണിൽ ഞാൻ മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ സിനിമകളുള്ളത്. അതിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല കുറേ സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൻ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ 2 സിനിമകൾ ഇപ്പോൾ വർഷാന്ത്യത്തിൽ 2 ഹിറ്റുകളായിട്ട് മാറി. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അത് ചേഞ്ച് തന്നെയാണ്, ഓരോ വർഷത്തിൻ്റെയും മാറ്റം എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ, നടനാകണമെന്ന തീരുമാനം അത് എന്തായാലും ഇപ്പോൾ കോളേജ് ലൈഫിലൊക്കെ ആയിരിക്കും കൂടുതലും ഇതിലൊരു ഡെപ്ത് വരുന്നത് സാധാരണ എല്ലാവർക്കും. പക്ഷെ ജിബിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു 8 വയസ്സിൻ്റെ കഥ പലരുടെയും ഡൗട്ടാണ്, 8 വയസ്സിലൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. ആ ഒരു സ്റ്റോറി പറയുമോ? എൻ്റെ വീട്ടിൽ TV ഒന്നും ഇല്ലായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ രാത്രി കാലങ്ങളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ വീട്ടിനടുത്തൊരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു സുകുമാരമാൻ്റെ വീടുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ ചെറിയ പ്രായം മുതൽ TV കാണുന്നത്. അന്ന് ഈ സോഷ്യൽ മീഡിയ പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും, അന്ന് ഈ ചെറിയ പ്രായമുള്ള 5, 6, 7 വയസ്സൊക്കെ ഈ പ്രായത്തിലൊക്കെ ഞാനിത് കാണുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീട്ടിൽ ചെന്നിരുന്ന് കണ്ടതെല്ലാം ഇപ്പോഴും എൻ്റെ കൺമുന്നിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ എന്തിന്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവരെന്താണ് വന്നിരുന്ന് കാണുന്നത്, ആരെയാണ് കാണുന്നത്, ഓരോ ആഴ്ചയും ചർച്ച ചെയ്യുന്ന ആരെക്കുറിച്ചാണെന്നുള്ളൊരു ചിന്ത ആ കുഞ്ഞു പ്രായം തൊട്ട് മുതലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാണുന്നത് TV-ക്കകത്ത് ഈ കാണുന്ന കാഴ്ചകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനോടൊരു കൗതുകമാണ് ആദ്യം തോന്നുന്നത്. അപ്പം പിന്നെ അത് മറ്റേ ഓം നമഃ ശിവായ, ജയ് ഹനുമാൻ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് മാറുന്നു. രാമായണം, മഹാഭാരതം ഇതൊക്കെ കാണാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ കൗരവരെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ അർജുനെ പറ്റി പറയുന്നു. ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ക്യാരക്ടറിനെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. നമുക്ക് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിതീഷ് ഭരദ്വാജാണ് മലയാളിയുടെ മനസ്സിൽ, അല്ലേ? ഒരു മിക്ക ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു രൂപം ഉണ്ടെങ്കിൽ അത് നിതീഷ് ഭരദ്വാജാണ്, നമ്മുടെ ഞാൻ ഗന്ധർവൻ ആയിട്ട് അഭിനയിച്ച. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് കണ്ടിഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ ഓരോ കാഴ്ചകളും എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. എല്ലാവരും ചർച്ച ചെയ്യുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ആസ്വദിക്കുന്നത് അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉള്ളിലേക്ക് കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ബാലതാരങ്ങളെ ആവശ്യമുണ്ടെന്നുള്ളൊരു പരസ്യം കണ്ടപ്പോഴത്തേക്കും കൊടുക്കുന്നു 8ാമത്തെ വയസ്സിൽ, എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ.
അത് കിട്ടുന്നു. പിന്നെ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഇതൊക്കെയാണ് പരിപാടി എന്നുള്ളത്, ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് എന്നുള്ളത് അവിടെ നിന്ന് തുടങ്ങിയൊരു സംഭവമാണ്. ഈ 8ാമത്തെ 9ാമത്തെ വയസ്സിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, പക്ഷെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഫാമിലിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? നല്ല സപ്പോർട്ട്. സാധാരണ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമുക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോൾ മീഡിയ റിലേറ്റഡ് ഈ പറഞ്ഞതുപോലെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പാരൻസ് ആരും സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മീഡിയ ഫീൽഡിലേക്ക് വരുന്നത്. പക്ഷേ ആ ഒരു സ്ഥാനത്ത് ജിബിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ വളരെ സപ്പോർട്ടീവായിരുന്നു എന്നുള്ളതാണ്. അച്ഛനും അമ്മയും കാര്യം എൻ്റെ കുടുംബം അങ്ങനെ ഒരിക്കലും എവിടെയും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്തിനാണെന്ന് ചോദിച്ചിട്ടില്ല. നമ്മളെന്ത് അല്ലെങ്കിൽ ഞാനെന്നുള്ള വ്യക്തി എന്ത് തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് അവരുടെ ആ ഒരു സപ്പോർട്ടാണ്. അത് എന്തിനു ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് നമ്മളിലുള്ള വിശ്വാസം കൂടി കൊണ്ടായിരിക്കാം. അവൻ ചെയ്യുന്നത് എന്തായാലും തെറ്റായിരിക്കില്ല എന്നുള്ള അവരുടെ വിശ്വാസമായിരിക്കാം. അതൊരു ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഞാനും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ബിഗ് സ്ക്രീനിൽ വരിക എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹമാണ്. ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ വന്ന സമയത്ത് അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിലാണെങ്കിൽ പോലും ആദ്യം പേടിയായിരുന്നോ അതോ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ വരുന്നത് വരുമോ ഇല്ലയോ എന്നുള്ള എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിരുന്നു കണ്ടാണ് ഞാൻ താണ്ഡവം എന്നുള്ള സിനിമയൊക്കെ അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ജൂനിയർ ആക്ടറായിട്ട് പോകണമെങ്കിൽ പോലും വ്യക്തമായിട്ട് തന്നെ സ്ക്രീനിൽ ആദ്യമായിട്ട് കാണിക്കുന്ന ആ സിനിമയിലാണ്. എനിക്കറിയില്ലായിരുന്നു, ആദ്യമായിട്ട് ആ ഷോ കാണുമ്പോഴാണ് ഞാൻ ഇതിൽ ഇത്ര വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നു എന്നുള്ളത് മനസ്സിലായത്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ കണ്ടതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു. ഞാനാണല്ലോ എന്നുള്ള ഇതിലെ ഒരു അലമുറ ഇട്ടതാണ് മൊത്തം സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഈ ഓഡിഷൻ റിജക്ഷനുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണത് മാനസികമായിട്ട് നേരിട്ടത്? മാനസികമായിട്ട് നേടാനൊന്നുമില്ല. നമ്മൾ ഇപ്പം എഴുതുന്നവരെല്ലാവരും ഒരു പരീക്ഷയ്ക്ക് പാസ്സാവാറില്ല, ഓടുന്നവരെല്ലാവരും 1ാം സ്ഥാനക്കാരായിട്ട് എത്താറില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓഡിഷൻസ് ഞാൻ പറഞ്ഞു 100 ഓഡിഷന് പുറത്ത് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ആകെ 4 5 കിട്ടിയിട്ടുള്ളത്. ബാക്കി 100ൽ 95 കിട്ടാത്തത് എൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ സ്വയം ആശ്വസിക്കുന്നതാണ് ഇതൊക്കെ. അതെ തീർച്ചയായിട്ടും ഞാൻ അഭിനയിച്ച അവർക്ക് മനസ്സിലായിട്ടില്ല, അത് എന്നെ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് എൻ്റെ ഭാഗത്ത് ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്, എനിക്കിതൊരിക്കലും ശരിയാവില്ല എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർന്നു. അതിന് പകരമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചെയ്തവർക്ക് മനസ്സിലായില്ല, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞു. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ല, കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പിന്നെ അതിൽ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല. DSR സിനിമയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ സിമ്പിൾ ആയിരുന്നു വെച്ചാൽ അറിയില്ല. എല്ലാം ഞാനിപ്പോൾ ഒരു സീനായാലും ഞാൻ 100 സീനായാലും ഒരുപോലെ കാണുന്ന ഒരാളാണ്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ 100 സീൻ ഒരു പടത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 100 സീനും ഞാൻ കഴിഞ്ഞ പടത്തിൽ ഒരു സീൻ ചെയ്തതിൻ്റെ അതേ എഫേർട്ടിന് എനിക്ക് കൊടുക്കുന്നത്. സോ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഭാരമോ കാര്യമൊന്നുമില്ല. പിന്നെ DSRയെ സംബന്ധിച്ച് ഡയറക്ടർ ഭയങ്കര കൂളാണ്. അദ്ദേഹം വളരെ നമ്മളൊരു ടൂളായിട്ട് നിന്നു കൊടുത്താൽ മതി, ബാക്കി പുള്ളി തന്നെ നോക്കിക്കോളും, നമ്മളെ അങ്ങ് ചെയ്യിച്ചോളും, നമ്മൾ അറിയാണ്ട് അങ്ങ് ചെയ്യും. അതിനുശേഷം പ്രണവ് മോഹൻലാലിനെ മീറ്റ് ചെയ്തോ അതോ ആളെ ട്രിപ്പിന് പോയോ? തീർച്ചയായിട്ടും മീറ്റ് ചെയ്തു. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, എവിടെയാണെന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാറുണ്ട്. എന്നുമില്ലെങ്കിലും വല്ലപ്പോഴും. സാധാരണ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു പിന്നെ ആളങ്ങ് ട്രിപ്പ് മോഡാണ് ഫുള്ള്. പുള്ളി ഇപ്പൊ ട്രിപ്പിലാണല്ലേ? ട്രിപ്പിലാണ്, ഇവിടെ ഉണ്ടെന്നറിയാം. അങ്ങനെ ഇതില് എനിക്ക് തോന്നിയ ഒരു ഡൗട്ടായിരുന്നു, എന്തിനാണ് ആ ഉപ്പെടുത്തെറിയുന്നത്? ഇത് എല്ലായിടത്തും ചോദ്യം വന്നതാണ്. അത് വേറൊന്നുമില്ല, നെഗറ്റിവിറ്റി മാറ്റുക എന്നുള്ളതാണ്. നമ്മള് ചെറിയ പിള്ളേർക്കൊക്കെ ഉപ്പും മുളകും ഒഴിഞ്ഞ് ഇടുന്ന ഒരു വിശ്വാസം ഉണ്ട്, ഒഴിഞ്ഞിട്ട് കളയുക എന്ന് പറയും. കണ്ണ് വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു സാധനം. ഇതൊക്കെ തന്നെയാണ് ഇത്. അവർ നെഗറ്റീവ് എനർജിയെ കളയുക എന്നുള്ള ഉദ്ദേശം. ശുദ്ധീകരിക്കും, ഉപ്പ് ശുദ്ധീകരിക്കുന്ന സാധനം. സോൾട്ട് എപ്പോഴും ശുദ്ധീകരിക്കാനുള്ള സംഭവം. നമ്മള് ശവം അടക്കുമ്പോഴൊക്കെ അതിൽ ഉപ്പിടാറുണ്ട്. അങ്ങനെ ഉപ്പിട്ട് സെറ്റ് ചെയ്യാറ്, ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട്. അങ്ങനെയാണ് ആ ഷോട്ടിൽ അത് ചെയ്തതല്ലേ? ചില സിനിമകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നതിലപ്പുറം സ്പോട്ടിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്നിടും, അങ്ങനെ എന്തെങ്കിലും ജിബിൻ ചേട്ടന് ഇഷ്ടം പോലെ പല സിനിമകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം DSRയിലാണെങ്കിൽ പോലും ചില സംഭവങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതാണെങ്കിൽ പുള്ളി നമുക്ക് അതും കൂടെ ഇട്ട് നോക്കാം എന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലാഗടിക്കും, അല്ലെങ്കിൽ അത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അല്ലാതെ ചെയ്യരുതെന്ന് ഒരിക്കലും പറയാറില്ല. അല്ലെങ്കിൽ നമുക്ക് അതും കൂടെ ചെയ്തു നോക്കാം, ഇതിലേതാ ബെറ്റർ നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ തരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ ജിബിൻ ചേട്ടാ, കളങ്കാവൽ സിനിമ ഒരു പെർഫോമൻസ് ബേസ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ മമ്മൂക്ക എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ജിബിൻ ചേട്ടനാണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും എങ്ങനെയുണ്ടായിരുന്നു? അത് നമുക്ക് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയുക എന്നതിനപ്പുറത്തേക്ക് അതൊരു ഫീലായിരുന്നു. അത് കൃത്യമായിട്ടൊരു ഫീലായിരുന്നു. സാറ്
ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മളങ്ങ് മെൽറ്റായിപ്പോയി, അന്ന് വാക്കൊന്നും കിട്ടിയില്ലല്ലേ? പറയാനൊന്നും കിട്ടുന്നില്ല. എന്താണ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് മൊത്തം ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ഒരു പക്ഷെ ആ ഓരോ ചേർത്ത് പിടിക്കല് 3-4 തവണ ആ വീഡിയോ കണ്ടത് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട്. പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഔട്ടാണ് എന്നുള്ളത്, മൊത്തത്തിൽ ഔട്ടായി എന്നുള്ളത്. പക്ഷെ അതിനെ അദ്ദേഹം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആണെന്ന്. അത് മാത്രമല്ല അന്ന് പറഞ്ഞ വാക്കുകൾ അത്രയും മഹത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനിൽ നിന്ന് നമ്മളത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു മൂഡ് നമുക്ക്, ആ ഒരു ഫീല് വേറെ. പറയാതെ രോഞ്ചാമ വരുന്നുണ്ട്. ഓക്കെ ജിബിൻ ചേട്ടാ, ഈ കളങ്കാവൽ അയ്യോ ഉലകം കൊള്ളും അത് പറയുമ്പോൾ തന്നെ ഈ ഡിയസിറ, കളങ്കാവൽ ഇതൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് റിലീസായിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ജിബിൻ ഗോപിനാഥ് എന്ന നടൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കം എന്ന് പറയുന്ന സിനിമയാണ്. മോഹൻലാൽ സാറിന്റെ മകൾ വിസ്മയ. പ്രണവിന് ശേഷം ഞാൻ വീണ്ടും ആ കുടുംബത്തിലെ അഭിനയിച്ചു. നല്ലൊരു ക്യാരക്ടറാണ്. ജൂഡ് ആന്റണി സാറാണ് ഡിറക്ഷൻ. ലാൽ സാറിന്റെ തന്നെ ആശീർവാദ് സിനിമാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പാട്രിയറ്റ് ആണ്, ലാൽ സാറും മമ്മൂട്ടി സാറും അതെല്ലാം ഉണ്ട്. ഫഹദ് ഫാസിൽ അദ്ദേഹം ഉണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബനുണ്ട്. അല്ല, അതിലങ്ങനെ മുഴുനീളായിട്ട് പറ്റില്ല. ഇത്രയും ആർട്ടിസ്റ്റുകളുള്ളപ്പോഴത്തേക്ക് വന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ് കൂടുതലും. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ച ഇതായിരുന്നു PC കുട്ടൻപിള്ള എന്ന് പറയുന്നത്. അപ്പോൾ PC കുട്ടൻപിള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നില്ലേ? തീർച്ചയായും. കാര്യം അന്ന് ഈ കോവിഡ് ടൈമാണ്. ആൾക്കാർക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, മറ്റ് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പറ്റില്ല, തിയേറ്ററുകളിൽ പോകാൻ പറ്റില്ല, ഒന്നും അടുത്തടുത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത സമയത്ത് ആൾക്കാരെല്ലാവരും ഈ മൊബൈൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അങ്ങ് ഒതുങ്ങി. അപ്പോഴാണ് കൃത്യമായിട്ട് പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ സെല്ല് ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഇറക്കുന്നത്. അപ്പം അവിടെ നമ്മൾ എന്തായാലും നടനാവാൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവരെന്നെ തന്നെ വിളിച്ചു, ഞാൻ തന്നെ അങ്ങ് ചെയ്തു. ഇതെല്ലാം ആൾക്കാർ ഭയങ്കരമായിട്ട് കിട്ടി, എന്നെ നല്ല രീതിയിൽ ആൾക്കാർക്ക് നമ്മളെ കണക്ഷൻ കിട്ടിയത് അവിടെയാണ്. ഇപ്പോൾ ഒരു പോലീസ് ലൈഫ് ഉണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ സിനിമ ലൈഫ് ഉണ്ട്. അതായത് സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. തിരിച്ച് പോലീസിലേക്ക് പോവോ? പോണോന്ന് ഉണ്ടോ? ഞാൻ പോണോന്നാണ് ആഗ്രഹിക്കുന്നത്. ജിബിൻ ചേട്ടൻ സിനിമാ നടനായിട്ട് ഇങ്ങനെ ശോഭിക്കണമെന്നാണ് എനിക്കും അത് തന്നെയാണ് ആഗ്രഹം. അറിയില്ല കൃത്യമായിട്ട്. നല്ല സിനിമകളുടെ ഭാഗമായി നാളത്തെ ബ്രേക്ക് ആണ് എടുത്തിരിക്കുന്നത്. 5 വർഷത്തേക്ക്. 5 വർഷത്തേക്കാണ് എടുത്തിരിക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞു. ഇനിയിപ്പോ ജോലി കിട്ടുമോ അവിടെ? അല്ല, അതുകൊണ്ടായിരിക്കും. അത് ലോങ് ലീവായിട്ട് അവർ തന്നെ തന്നതാണ് ലീവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെന്ന് ജോയിൻ ചെയ്യണോ വേണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടുന്ന പെർഫോമൻസിന്റെ കൈഡികൾ പോലെ ഇരിക്കും. ഇപ്പോൾ ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് പോലെ ആയിരിക്കില്ലേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ? ഡിപ്പാർട്ട്മെന്റ് വൈസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഡ്യൂട്ടികളുടെ കാര്യത്തിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസേഴ്സ് എല്ലാം മാക്സിമം സിനിമാക്കാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഈ ബന്ധങ്ങളിലുള്ള അവരെ. അപ്പോൾ അവർക്കറിയാം എന്താ ആത്യന്തികമായിട്ട് ഞാനൊരു സിനിമ ചെയ്യുക അല്ലെങ്കിൽ സിനിമാക്കാരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുള്ള ധാരണ അവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടല്ലേ? നടൻ എന്നതിന് പുറമെ ജിബിൻ ചേട്ടനെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നെ എല്ലാം എനിക്ക് എല്ലാത്തിലെയും ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നല്ല നല്ല സൗഹൃദങ്ങളിൽ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നമുക്ക് യാത്രകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മഴ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറിയ മീൻസ് പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ തന്നെയാണ്. എന്നാലും പറയുമ്പോഴത്തേക്കും ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കടൽ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടമാണ്. എത്ര നേരം വേണോ വെറുതെ നോക്കിയിരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്താ പറയുക, തിരയണ്ണിക്കൊണ്ടിരുന്നോടെ അതൊന്നുമല്ല, വെറുതെ നോക്കിയിരുന്നാൽ മതി. എനിക്ക് വൈശേട്ടൻ പറയുന്നുണ്ട് ഇവരൊക്കെ എന്തിനാ ഈ കടലിലോട്ട് ഇങ്ങനെ ദൂരെ നോക്കിയിരിക്കുന്നൊരു സിനിമയിൽ ഒരു ഡയലോഗ്. അതെ. പക്ഷെ അതൊരു ഭയങ്കര ശാന്തതയാണ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും. മഴയും ദൂരം നനയാൻ ഇഷ്ടമാണ്, മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ 2 വീലറിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം വണ്ടി ഒതുക്കാറില്ല. എത്ര വലിയ മഴയാണെങ്കിലും ഞാൻ മഴയിൽ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ കുറെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളുള്ള ഒരാളാണ്. സിനിമ ലൈഫ് ഗ്ലാമർ ലൈഫാണ്, അത് അങ്ങനെ വലിയ എഫേർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇപ്പം റിവ്യൂസ് തന്നെ പലതും കണ്ടാലും റിവ്യൂസ് കണ്ടിട്ട് ആളുകൾ പോയി സിനിമ കാണുന്ന ഒരു
ടൈമിലേക്കാണ് എത്തിയിരിക്കുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു, എല്ലാവരും സിനിമ കാണാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ റിവ്യൂസ് കണ്ട് ഓരോരുത്തരും ഒരു സിനിമയെ വിലയിരുത്തുന്നത് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ആളുകളുടെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കും, ഇതിലൊന്നും ഇല്ല എന്നുള്ളത്, അതിൻ്റെ എഫേർട്ട് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അവരോട് എന്താണ് ജിബിചേട്ടന് പറയാനുള്ളത്? പൈസ സിനിമ കാണാനായിട്ട് പൈസ മുടക്കുന്നയാളിലും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് പറയുമ്പോഴത്തേക്കും നമുക്കൊരാളിനെ നശിപ്പിച്ചുകൊണ്ടും പറയാം, ഒരാളിനെ സേവ് ചെയ്തുകൊണ്ടും പറയാം. ഇപ്പം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ സ്പേസിലോ അല്ലെങ്കിൽ പറയുമ്പോൾ എനിക്ക് കാണേണ്ടവർ കാണാം, പക്ഷേ എനിക്കങ്ങോട്ട് വർക്കായില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇതല്ല, ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി എന്ന രീതിയിലേക്ക് റിവ്യൂകൾ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ അത് വേണമെങ്കിൽ മിണ്ടായിരിക്കാം, പക്ഷെ മിണ്ടായിരിക്കാൻ പറയാൻ നമ്മളാളല്ല. മനസ്സിലായില്ലേ? ഒരാളുടെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എന്ത് പറയണം എന്നുള്ളത്. അത് ബാക്കിയുള്ളവരെ ബാധിക്കും എന്നുള്ള ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മിണ്ടായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ജിബിചേട്ടൻ ബിഗ് സ്ക്രീനിൽ വരാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, ആക്രാന്തമാണ്, ആർത്തിയാണ് അല്ലേ? അപ്പോൾ ഇപ്പം എന്താണ് തോന്നുന്നത്, ലൈഫിൽ സക്സസ് ആയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, സക്സസ് ആയിട്ടൊന്നുമില്ല, ഈ തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇനി നമ്മുടെ പരിപാടികളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതുപോലെയുള്ള വിജയങ്ങളുടെ ഭാഗമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നല്ല നല്ല സിനിമകൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഏറ്റവും വലിയൊരു ലോസാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ. അപ്പോൾ ശ്രീനിവാസൻ സാറിൻ്റെ നമുക്ക് ഈ ബിഗ് സ്ക്രീനിൽ കഥ, തിരക്കഥ, സംവിധാനം ശ്രീനിവാസൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക ഫീലുണ്ട്. അല്ലെങ്കിൽ അത് നമുക്കറിയാം പടം ഹിറ്റാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെ ജീവിതം, പ്രശ്നങ്ങൾ ഹാസ്യവൽക്കരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇമോഷണലി പോലും ചിരിപ്പിക്കുകയും ചെയ്യും, ഇമോഷണലി നന്നായിട്ട് നമ്മുടെ ഉള്ളിലങ്ങ് തട്ടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് മലയാള സിനിമയ്ക്ക് എത്രത്തോളമായിരിക്കും? അയ്യോ, അത് ഭയങ്കരമായിരിക്കില്ല. നമുക്കതൊരിക്കലും ഇതൊന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും റീഫില്ല് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതിപ്പം ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ ഈ പറഞ്ഞ ധ്യാനൊപ്പം ഉണ്ടായിരുന്നതാണ്. ഇന്നലെയും വിനീതിനെ വിളിച്ചപ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ ചിന്തിക്കുന്നവരില്ല ഇന്നത്തെ ദിവസം ഇത് സംഭവിക്കാൻ പോവാണെന്നുള്ളത്. അപ്പോൾ അറിയില്ല അതൊക്കെ എങ്ങനെ കവർ ചെയ്യുന്നുള്ള ഒരു ധാരണയില്ല. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ നമ്മളെ ഏറ്റവും ചിന്തിപ്പിച്ചിട്ടുള്ള ചിരിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് അതിൻ്റെ സിനിമകൾ. തീർച്ചയായിട്ടും അത് പോയത് പോയി, അതിനപ്പുറത്തേക്ക് അത് അവിടെ അങ്ങനെ കിടക്കും, ആ ഗ്യാപ്പ് അവിടെ കിടക്കും. ആരും അവിടെ കയറി ഫില്ല് ചെയ്യാനായിട്ട് വരാനും പറ്റില്ല. തീർച്ചയായിട്ടും നല്ല നല്ല മനുഷ്യർ പെട്ടെന്ന് വിട്ടുപോവുകയാണല്ലോ എന്ന് തോന്നിപ്പോയി. ശരിക്കും മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. റീസെൻ്റായിട്ട് ഒരുപാട് പേരുടെ വേർപാടെന്ന് പറയുന്നത്. അപ്പോൾ അത് നികത്താൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്ന സിനിമകൾ പഴയ നമ്മുടെ ലെജൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ള സിനിമകളെ പോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കുന്നതിനൊരു കുഴപ്പമില്ല. കാര്യം സംഭവിക്കും, അതൊക്കെ സിനിമയിൽ സംഭവിക്കും. ചില സമയത്ത് നമുക്ക് ഒട്ടും വർക്കാവാത്ത സിനിമകളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ എന്നും സ്ഥിരമായിരിക്കില്ല, ഇതെല്ലാം മാറും, എല്ലാ സംഭവങ്ങളും മാറും. അത് മാറുന്നതിനനുസരിച്ച് സിനിമയും മാറും. ഓക്കെ, ജിബിൻ ചേട്ടാ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഫഹദ് ഫാസിലിൻ്റെ സിനിമകളെ കുറിച്ച് ഫേസൊക്കെ മാറി. ഫഹദ് ഫാസിലിൻ്റെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഫഹദ് ഫാസിലിൻ്റെ അഭിനയത്തിൽ കണ്ണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ DSRA എടുത്താലും ഏറ്റവും കൂടുതൽ ജിബിൻ ചേട്ടൻ്റെ കണ്ണ് ഹൈലൈറ്റ് ചെയ്ത് അതിൽ കാണിക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഇഷ്ടംപോലെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ കമ്പാരിസൺ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. പുള്ളിയൊക്കെ വേറെ ലെവൽ ആക്ടേഴ്സാണ്. നമ്മളിങ്ങനെ ഈ പറഞ്ഞതുപോലെ സന്തോഷമാണ്. കാര്യം നമ്മുടെ കണ്ണ് അത്രയും ഈ സിനിമയ്ക്ക് അത്രയും വർക്കിംഗ് ആണ് എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുള്ള. തീർച്ചയായിട്ടും അതിൽ ആ പൂജാ മുറിയിൽ അത് ആ അടയുന്ന സീനിലൊക്കെ ശരിക്കും ഞെട്ടിപ്പിടിങ്ങനെ കണ്ണ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഈശ്വരാ, അത് കണ്ണുകൾ സംസാരിക്കുമെന്ന് പറയില്ലേ ചില സമയത്ത്, അതുപോലെ ചേട്ടൻ്റെ ചില സമയത്ത് അഭിനയം തോന്നിയിട്ടുണ്ട്. ഡയറക്ടർ അത് എൻ്റെ കണ്ണാണ് ആദ്യം ശ്രദ്ധിച്ചത്. എനിക്ക് അടുത്ത ഓഡിഷൻ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നുള്ളതാണ്. സിനിമയെ പറ്റി, ലോകകാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങ് വിടുകയാണ് ചെയ്തത്. പിന്നെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചോളൂ എന്താ ഓഡിഷൻ നടത്താത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓഡിഷൻ നടത്തിയിരുന്നല്ലോ എന്നാണ്. നമ്മൾ എപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം മീറ്റ് ചെയ്യുമ്പോൾ 15 മിനിറ്റ് സംസാരിച്ചു. നമ്മൾ ഓഡിഷനിൽ കുറച്ച് കാര്യങ്ങൾ അതായിരുന്നു കാര്യം. ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് എന്ത് സംസാരിക്കുന്നു എന്നാണ് നോക്കിയതെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ അതിലാണ് ഞാൻ ഓക്കെ തീരുമാനിച്ചു നിങ്ങൾ മതി. ഓക്കെ, എല്ലാവരിലും ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു, ബ്രഹ്മയുഗത്തിലെ പൂച്ചയും ഈ പൂച്ചയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാതിരിക്കില്ല, ചില സൂചനകൾ തരുന്നുണ്ട്.
ഉണ്ടാകണം. അതെ, ഡയറക്ടർ അങ്ങോട്ട് വിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ജിബിൻ ചേട്ടൻ, ഞാൻ കുറച്ച് കമൻറ്റ്സ്, അതായത് ജിബിൻ ചേട്ടൻ്റെ സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ താഴെ ജിബിൻ ചേട്ടന് വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ കുറച്ച് കമൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ലത് തന്നെ. ഓക്കെ, അത് ഞാൻ പറയാണ്. അപ്പം അതിൻ്റെ റിയാക്ഷൻ, ജിബിൻ ചേട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്ന് വേണം. ഇമോജി ആയിട്ടൊന്നും വേണ്ട കേട്ടോ, അല്ലാണ്ട് പറഞ്ഞാൽ മതി. എൻ്റെ പൊന്നു മോനെ, ഈ ചേട്ടൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. ആ ലുക്ക് ആൻഡ് ഡ്രസ്സ്, ആ സ്റ്റൈലെല്ലാം പൊളിച്ചു ശരിക്കും. അതായത് ഡേസിറേൻ്റെ ആ സിനിമേൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ ലൈഫിൽ ഒരു സ്റ്റോറി കണ്ട പോലെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് റിയാക്ഷൻ? അയ്യോ, അതൊക്കെ കേൾക്കുന്നത് വലിയ ഭാഗ്യമായിട്ടായിരുന്നു. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമല്ല അഭിനയിച്ചിട്ടുള്ളത്. അത് ആരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വളരെ സന്തോഷമാണ് കേൾക്കുന്നതിൽ. കാര്യം നമ്മൾ ചെയ്തത് അത്രയും അവർക്ക് വർക്കായി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് അത്രയും ഫീലായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, ഹാപ്പിനെസ്. അടുത്തത് ഞെട്ടിച്ച് കളഞ്ഞു. പിന്നെ തീയാ വരുന്നത്, തീയും പുകയൊക്കെ വരുന്നത്. എന്നിട്ട് നടൻ എന്നുകൂടി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ അത് തന്നെ. ഇപ്പം ആൾക്കാർക്ക് അതങ്ങനെ വർക്കൗട്ട് ആയതിൽ എനിക്ക് വളരെ സന്തോഷം. അത്രേ ഉള്ളൂ. ശരിക്കും ഭയങ്കര ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് അങ്ങനെ ഒരു വേഷം കിട്ടുക, അത് വർക്കാവുക, ആ പടം യാത്യന്തികമായിട്ട് സിനിമ വിജയിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മള് ഓസ്കാർ പ്രകടനമാണ് നടത്തിയെന്ന് പറയേണ്ട കാര്യമില്ല, ആൾക്കാർ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടില്ലെങ്കിൽ. അത് രണ്ടും കൂടെ ഒരുമിച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ആ സിനിമ അക്സെപ്റ്റ് ചെയ്തു, തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി, ഇൻഡസ്ട്രി നല്ല വലിയ വിജയമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഞാൻ അഭിനയിച്ച ക്യാരക്ടറും അതിനൊരു നിർണായക ഘടകമായിരുന്നു എന്ന് കേൾക്കുന്നതിൽ എന്താണ് സന്തോഷം? എന്താണ് സന്തോഷം? അതെ, അവാർഡ് വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളുടെ സ്നേഹമാണ്, അത് കിട്ടിയ കൊള്ളാം. അല്ല, ഇതിനുവേണ്ടി കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അംഗീകാരം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആഗ്രഹിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമ്മളെ എന്താണ് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് കൂടിയാണ്. നിങ്ങൾ നല്ല നടനാണ് എന്ന് എഴുതി തരികയാണ്. നമുക്കതൊരു എപ്പോഴും കാണുമ്പോഴല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് സാധനമല്ലേ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. മനസ്സിലായി. നെക്സ്റ്റ് കോമൻ്റ് ആണേ. പുള്ളിയെ പണ്ട് പോലീസിൻ്റെ കുട്ടമ്പിള്ള സംഭവം കണ്ടപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്, ഇതൊരു പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് എന്നുള്ളത്. അതെ, ഇതൊക്കെ നമ്മളെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു എന്ന് കേൾക്കുന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ടല്ലോ എന്ന് പറയാനാണ്. അത് ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഈ PC കുട്ടമ്പിള്ള കയറി ഹിറ്റ് ആകുമെന്ന്? ഒരിക്കലും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ആൾക്കാർക്ക് ചിലപ്പോൾ വർക്കായേക്കും എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു അടിച്ചാട്ടി ഉഗ്രനടിയാണ് ഭയങ്കരമായിട്ട്. കാരണം അത് ആ സമയത്ത് ഓൾമോസ്റ്റ് എന്നല്ല, എല്ലാവരും, കുട്ടികൾ വരെ ഫോണിലായിരുന്നു. കാരണം ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും എല്ലാവരും ഫോണിലോട്ട് മാറിയത് ആ ഒരു സമയത്ത്. പുതിയതായിട്ട് വരുന്ന കണ്ടന്റ് പോലീസിന്റെ മാത്രമേ, വേറെ ആൾക്കാർക്ക് വെളിയിറങ്ങാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കേരള പോലീസിന്റെ പേജസ് കയറി അങ്ങ് ഫോളോവേഴ്സ് യൂട്യൂബിൽ ഏകദേശം 3000 അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുട്ടമ്പിള്ള സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയുമ്പോൾ അത് 3 ലക്ഷത്തി സംതിങ് ആയിട്ട് മാറി. അതിന് വലിയൊരു മാറ്റം PC കുട്ടമ്പിള്ള കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് കമൻറ്റ്. ഈ ചേട്ടൻ കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സീനുണ്ട്, എൻ്റെ മോനെ, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചത്. ഈ ലോകത്ത് മനുഷ്യരെ പല വിധത്തിൽ പേടിപ്പിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കഞ്ഞിയും പപ്പടവും വെച്ചിട്ട് പേടിപ്പിച്ച ലോകത്തെ ആദ്യ സിനിമ ഈ ഒരു ക്യാരക്ടർ. അതും ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനപ്പോ ഉപ്പ് എന്തിനാ അറിയുന്നത്, ഇനി കഞ്ഞിയിലിടാൻ വെച്ചിരുന്ന ഉപ്പാണോ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് എന്താണ് സംഭവം. ശരിക്കും ഉണ്ടല്ലോ ആ സംഭവം, ഒരു ചെറിയ പേടി നമുക്ക് തോന്നും. കാരണം ആ സമയത്ത് അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. ഇപ്പൊ അന്ന് തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ഫീലായിരിക്കും ആ സാധനം. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കേട്ടോ, രക്ഷയില്ലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അടുത്ത കോമന്റ് അതാണ്, വെരി നാച്ചുറൽ ആയിരുന്നു. അതെ, ഈ കോമന്റ് ഇട്ട ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമന്റ്സ് ആണ് ദയവ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ റിയാക്ഷൻസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത കോമന്റ് വായിക്കട്ടെ. വാഴ ഫിലിം കണ്ട് ഒരുപാട് ഇഷ്ടം തോന്നിയതാണ് ഈ ചേട്ടനോട്. എനിക്ക് ഒത്തിരി ആൾക്കാരെന്നെ തിരിച്ചറിയാനും നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു റേസാണ് വാഴ എന്നുള്ള സിനിമ. ചെറിയ പിള്ളേർക്കൊക്കെ എന്നെ എവിടെ പോയാലും ഇപ്പോഴും അറിയാന്നുള്ളത് വാഴയെങ്കിൽ വാഴയെങ്കിളെന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പൊ ഈ വാഴയെങ്കിൽ എന്നുള്ള വിളി കിട്ടിയത് കൊച്ചു പിള്ളേർക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ റിയലി തിരിച്ചറിഞ്ഞത് ഈ വാഴ എന്ന സിനിമയിലൂടെയാണ്. ഇപ്പോഴും ഇപ്പൊ താടി വെച്ചോണ്ടിരുന്നാൽ പോലും പിള്ളേരൊക്കെ വന്നിട്ട് വാഴ
വാഴ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവന്ന ഒരു സിനിമയാണ്. ശരിക്കും എനിക്ക് ഇമോഷണലി ഒരുപാട് കണക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം എനിക്കൊരു ബ്രദർ ഉണ്ട്. അപ്പോൾ അവന് ഡിഗ്രി പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ വീട്ടുകാർ വിട്ടില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനാണ് കൊണ്ടാക്കിയത്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ പലർക്കും കണക്ട് ചെയ്യാൻ പറ്റിയ എന്താണെന്നറിയോ, എല്ലാ ആൺകുട്ടികളും പലരും അമ്മമാരോട് ഒരു പ്രായം കഴിയുമ്പം നന്നായിട്ട് ക്ലോസ് ആവും, അച്ഛന്മാരോട് ഒരു ഡിസ്റ്റൻസ് വെക്കും. പക്ഷെ അവർക്കൊരു പേടിയായിരിക്കാം, സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് അച്ഛന്മാരെന്ന് പറയുന്നത്. അപ്പന്മാർ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കില്ല എന്നുള്ളതാണ്. വാഴ സിനിമ അത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. അതിലെ അച്ഛൻ ക്യാരക്ടർ ജിബിൻ ചേട്ടൻ കരയുന്ന ഒരു സീനുണ്ട്, ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കത് ആക്ച്വലി അത് കരച്ചിൽ വന്നത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൃത്യമായിട്ടും എനിക്കതൊരു ഫീലോടെ തന്നെയാണ് ഞാനത് ചെയ്തത്. അത് എനിക്കും കണ്ണിൽ നിന്ന് വെള്ളം വന്നു ആ സമയത്ത്. എനിക്കത് പറഞ്ഞത് അങ്ങനെയായിരുന്നു, അതങ്ങനെ ചെയ്താൽ മതി. ഒരു നടന്ന് പോകുമ്പോഴത്തേക്കിനെ കരഞ്ഞു പിടിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷെ അത് കുറേ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സീൻ കാണുമ്പോൾ നമ്മളങ്ങ് കണ്ണ് നിറഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട്, ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ അത്രയും ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് സന്തോഷം കേൾക്കുന്നതിൽ സന്തോഷം. വിപിൻ ദാസ് വിളിച്ചിട്ട് ഇതാണ് ക്യാരക്ടർ എന്ന് പറയുകയാണ് ചെയ്തത്. അല്ല വേറെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു സംഭവമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞുള്ളൂ. നല്ല സംഭവമായിരിക്കും. പിന്നെ അത് ഷൂട്ട് കഴിഞ്ഞ് റിലീസ് ആവണേന് കുറച്ച് 4 ദിവസം പറയും നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ശ്രദ്ധിക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ്, അതെനിക്ക് ഉറപ്പാണെന്ന്. അത് ഇതില് ഏറ്റവും അതായത് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് ചേട്ടൻ കോമഡി ആയിട്ട് ഞങ്ങളൊക്കെ ചിരിച്ച ഒരു സംഭവമാണ്. അതായത് മോൻ ഫാൻ ഉടയ്ക്കുന്ന സമയത്ത് ഒരു അച്ഛൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ളൊരു വേദന പേടി കൊണ്ടുവരികയാണ്. പക്ഷെ അതൊരു കോമഡി സീനായിട്ട് മാറി. അത് ഇവിടെ മാത്രമല്ല, ആ ഒരു സാധനം ഒരു റീലായിട്ട് ലോകം മൊത്തം ഓടിയിട്ടുണ്ട്. എല്ലായിടത്തും ഇത് ഹിന്ദിക്കാരന്മാരൊക്കെ ഇതിന് റീഷെയർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടോ, മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അതിന് കമന്റ്സും വരുന്നത്. പപ്പാക്കി സ്നേഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചു ഞാൻ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്ത സീനുകളാണ്, ആ മൊമെന്റിൽ എപ്പോഴും ഉണ്ടാക്കിയെടുത്ത സീനുകളാണ്. അതിലൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു സാധനമുണ്ട്. അതിലും കണ്ണ്, അതാണ് കണ്ണായിരുന്നു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സന്തോഷല്ലേ ജിബിൻ ചേട്ടാ ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോഴത്തേക്കും? പിന്നെ നമ്മള് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ കണ്ണുകൊണ്ടുള്ള അഭിനയമാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മൾ പുരികമോ കവിളോ ഒക്കെ ആവശ്യമില്ലാതെ അറിയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവറായിപ്പോയി. കണ്ണിൽ നമുക്ക് പക്ഷെ നിയന്ത്രിക്കാൻ പറ്റും. കണ്ണിൽ നമുക്ക് എന്ത് വികാരം വേണോ നിയന്ത്രിക്കുന്നത് കണ്ണുകൊണ്ടാണ്. അതെ. സോ അത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം. ഓക്കെ. അപ്പോൾ ജിബിൻ ചേട്ടാ, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് ജിബിൻ ചേട്ടൻ പറയുക? കാരണം ജിബിൻ ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? സ്ട്രഗിളിങ് എന്ന് പറയുന്നത് ഒരു സിനിമയിലേക്ക് എത്താനുള്ള റൂട്ടാണ്. അതിനെ നമ്മളങ്ങനെ ഭയങ്കര ഭാരിച്ച നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമായിട്ട് കാണണ്ട. ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ വഴിയാണ്, അതാണ് വഴി. ഇപ്പം കല്ലും മുള്ളും മറ്റേ താണ്ടി ശബരിമലയിൽ പോകുന്നു എന്ന് പറയുന്നത്, പക്ഷെ അവിടെ എത്തണം. നമുക്ക് ലക്ഷ്യം അതാണ്. അവിടെ ചവിട്ടി ഇങ്ങനെ പോയാൽ അവിടെ എത്തുമ്പോൾ നമുക്കറിയാം. പക്ഷെ അത് താണ്ടി പോകാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ വിടാതിരിക്കുക. നമ്മുടെ എന്താണോ ആഗ്രഹം, അല്ലെങ്കിൽ സിനിമ എന്നാളാണ് നമ്മുടെ പാഷനെങ്കിൽ നമ്മൾ സിനിമയുടെ പുറകെ പോവുക. സിനിമ ഒരു നിമിഷം നമുക്ക് വേണ്ടി നിന്ന് തരും, അപ്പോൾ കൂടെ കയറി ചെല്ലുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മള് വേറെ കുറുക്കുവഴിയൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കൂടെ നടക്കുക. അതിപ്പോൾ നമ്മള് കൂടെ നടന്ന് എന്തെല്ലാം ഉണ്ട്, അതുപോലെയാണ് സിനിമയും. സിനിമയെ ഒരു കാമുകിയെ പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രണയിച്ചാൽ അതിന്റെ പുറകെ നടന്നാൽ മതി. കുറേ നാൾ നടക്കുമ്പോഴത്തേക്ക് നമ്മളെ പറ്റി തിരക്കും. നമ്മൾ കൊള്ളാമോ, പയ്യനെ ഓക്കെ ആണോ, നല്ലതാണോ, നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടം തൊട്ട് ഇമാതിരിയുള്ള ഈ പുറകെ നടക്കലും അറിയാം. നമ്മളൊരു പ്രായത്തിന്റെ ഇതിൽ നമ്മളതുപോലെയല്ലേ പല പ്രണയങ്ങളും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പുറകെ നടന്നാണ് അവസാനം ഓക്കെ അവൻ ഓക്കെ ആണ് എന്നൊരു സമ്മതം കൊടുക്കുന്നതിനാണ് സിനിമയും നമ്മളെ തിരിച്ച് പ്രണയിക്കും. ഓക്കെ. സിനിമയില് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി തമിഴിൽ നിന്ന് വല്ല വിളി വന്നിട്ടുണ്ടോ? 2 പടങ്ങളിലേക്ക് എനിക്കിപ്പം കോള് വന്നിട്ടുണ്ട്. അടിപൊളി. അതിന്റെ ഫർദർ പരിപാടികളൊക്കെ ആരുടെ കൂടെയാണെന്ന് പറയാൻ പറ്റുമോ? ആയിട്ടില്ല. അപ്പൊ അത് പതിയെ പറയാം. അപ്പൊ അതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത്. പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനുണ്ട്. അപ്പൊ ക്യാരക്ടറൊക്കെ പറഞ്ഞിരുന്നു. നല്ല പരിപാടിയാണ്, നല്ല പ്രൊഡക്ഷനാണ്, നല്ല കോ ആർട്ടിസ്റ്റുകളൊക്കെ നല്ലതാ. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പോവാണ്. നമുക്ക് ഹിന്ദിയിൽ കാണാൻ പറ്റുമോ?
ഹിന്ദി വന്നാലും ഞാൻ ചിലപ്പം വേണ്ടാന്ന് പറയും. ബുദ്ധിമുട്ടാണ് ഹിന്ദി എനിക്ക്. കുച്ചു കുച്ചു ഹോത്താ ഹേ അതൊക്കെ മാത്രമേ അറിയാം. കാണാൻ ഇഷ്ടമാണ്, സംസാരിക്കാനും പറയാനൊന്നും ഇഷ്ടമല്ല. കുറച്ച് ടഫാണ്. അതെ. തമിഴിലാണെങ്കിലും ചിലപ്പോൾ തമിഴിൽ ഡബ് എനിക്ക് ചെയ്യാനൊക്കെ okay. കുറച്ച് അല്ലെങ്കിൽ എനിക്ക് തമിഴ് എനിക്ക് വലിയ വിഷയമില്ല. വിഷയമില്ല. തമിഴ് നന്നായിട്ട് അറിയാമോ? കുഴപ്പമില്ലാതെ അറിയാം. കുഴപ്പമില്ലാതൊക്കെ അറിയാം. എന്നും പറഞ്ഞപ്പോ ചോദിക്കാൻ നിൽക്കാൻ പറയില്ല. എനിക്ക് തമിഴ് അറിയത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ജിബിൻ ചേട്ടാ, തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാം കേട്ടോ. ജിബിൻ ചേട്ടൻ്റെ വളർച്ച കണ്ടു വന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് പേഴ്സണലി ജിബിൻ ചേട്ടനെ അറിയില്ല, പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സും ജിബിൻ ചേട്ടൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരാണ്. അങ്ങനെ ജിബിൻ ചേട്ടൻ്റെ വളർച്ച ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും അത് കഴിഞ്ഞ് EPC കുട്ടൻപിള്ള, ഇതൊക്കെ കണ്ട് ആ ഒരു വളർച്ച കണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു നാട്ടുകാരൻ ഇങ്ങനെ മമ്മൂക്കേൻ്റെ കൂടെ അഭിനയിക്കുന്നു, അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ, അങ്ങനെ കയറി വരികയാണ്. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ കൂടെ അല്ലേ, എല്ലാം തകർക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അപ്പോൾ ഇനിയും ജിബിൻ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ജിബിൻ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ, നല്ല നല്ല സിനിമകൾ വരട്ടെ. അപ്പോൾ പ്രാർത്ഥിക്കുന്നു, സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.